31 കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ, അതും അടച്ചുപൂട്ടുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഈ കുഞ്ഞുങ്ങൾ എത്തിയത് കലോത്സവം കാണാൻ മാത്രമല്ല, സ്വന്തം സ്കൂൾ തിരികെ തരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് തുറന്നു പറയാൻ കൂടിയാണ്. തിരുവനന്തപുരം പൊന്മുടി ഗവൺമെന്റ് NLPSലെ കുട്ടികൾ കലോത്സവ വേദിയിലെത്തിയപ്പോഴുള്ള വിശേഷങ്ങളാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേളയിൽ എനിക്ക് മനസ്സിനെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിൽ നിന്നും തങ്ങളുടെ സ്കൂള് പൊളിക്കുകയാണ് എന്ന കാര്യം പറയാനായി ഒരു കൂട്ടം കുഞ്ഞു വിദ്യാർത്ഥികൾ മന്ത്രിയെ കാണാനെത്തി. മന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെങ്കിലും അവരുടെ ചിരിയും കളിയും മനസ്സിലിപ്പോഴും തങ്ങി നിൽക്കുകയാണ്. അവരുടെ ആവശ്യവും അവരുടെ സന്തോഷം നിറഞ്ഞ കാഴ്ചകളും കാണാം. അടുത്ത വർഷം പഠിക്കുന്ന സ്കൂൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയാത്ത കുരുന്നുകൾ. കലോത്സവത്തിലെ ചമയങ്ങളുടെ തിടക്കങ്ങൾക്കിടയിൽ മതിമറന്നുള്ള സന്തോഷം. തിരുവനന്തപുരം പൊന്മുടിയിലെ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഗവൺമെന്റ് UP സ്കൂൾ വസ്തുതർക്കത്തിന്റെ പേരിൽ നഷ്ടപ്പെടാൻ പോവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യമറിയിക്കാനും കലോത്സവം കാണാനും എത്തിയതാണ്. കലോത്സവം കാണിക്കാനാണ്, കുട്ടികളെ ഒന്ന് കലോത്സവം കാണിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. നമ്മുടെ ഇപ്രാവശ്യം കലോത്സവം തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് നമുക്ക് കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. സ്കൂളിലെ ഒരു വസ്തുവായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ട്, വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിവേദനമാണ് സാറിനെ കൊടുത്തത്. വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടതെന്തിനെന്നറിയില്ല. നിറയെ വർണ്ണങ്ങൾ കണ്ടു, നിറയെ ചിരികളും. ആവശ്യങ്ങളെല്ലാം പറഞ്ഞു. കളിയും ചിരിയും നിറഞ്ഞ ഓർമ്മകളാണ് അവർക്ക് ആ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഭിച്ചത്. അവരുടെ ആവശ്യം മുഖ്യമന്ത്രി ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കും. എന്നാലും ഇവരുടെ സ്കൂള് പൊളിക്കാതിരിക്കട്ടെ. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം ടിൻഡു ദാസ്, ജനം.